ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് സീനിയ പ്ലാന്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. സീനിയ പ്ലാന്റ് പരിചയപ്പെടാം. ഇത് നല്ല ബുഷിയായിട്ട് ഡോൾഫ് വെറൈറ്റി സീനിയാണ്. ഇത് നല്ല ബുഷിയായിട്ട് വളരും, നല്ല ഭംഗിയാണ്. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഇത് ഏതാണ് പ്ലാന്റ്, ഇതിൻ്റെ സീഡ് കൊടുക്കാണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നു. അപ്പം സീഡ് നമുക്ക് ഇതിൻ്റെ ഇട്ടാൽ അങ്ങനെ മുളച്ച് കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വെച്ചിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഇത് 2 കളർ, ഇതിൻ്റെ ഓറഞ്ചിൻ്റെ ഒരു വീഡിയോനെ ഇട്ടിരുന്നത് 2 കളർ വാങ്ങിച്ച് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ വേറെ കുറച്ച് കളർ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കണ്ട, ഇതൊരു ഗ്രീൻ കളർ, ഒരു ഇളം കളറ്. ഇത് നല്ല കട്ട മഞ്ഞ മാമ്പഴ കളറ്. ഇത് വൈറ്റ്. ഇത് കട്ട റെഡാണ്, നല്ല റെഡും ഓറഞ്ചും ആയിട്ടാണ് വരുന്നത്. ഇത് നല്ല ഭംഗിയുള്ളൊരു മജന്ത കളർ റോസ്. ഇതിവിടെ വലിയ ഫ്ലവറായിട്ട് വരും. ഇത് ഈ പ്ലാന്റ് കണ്ട ഞാൻ കട്ടിങ് വെച്ചിട്ട് പിടിപ്പിച്ചതാണ്. ഇതിൻ്റെ സീഡ് ഇട്ടിട്ട് അങ്ങനെ അങ്ങ് നമുക്ക് നല്ലതായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് മുളച്ച് കിട്ടണില്ല. അതിനേക്കാൾ നമുക്ക് കട്ടിങ് വെച്ചിട്ട് തന്നെയാണ് ഇത് പിടിപ്പിക്കുക ഈസി ആയിട്ടാ. നല്ല ഭംഗിയാണ്. ഇത് പൂക്കൾ ഇഷ്ടമുള്ളവർ, വീട്ടുമുറ്റത്ത് എപ്പോഴും പൂക്കൾ വേണമെന്ന് ഉള്ളവർ ഈ പ്ലാന്റ് വാങ്ങിച്ച് വെക്കണേ. ഇത് വാങ്ങിച്ചിട്ട് ഫ്ലവർ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഫ്ലവറെല്ലാം കട്ട് ചെയ്ത് കളയണമെന്നാണ് പറഞ്ഞത്. കട്ട് ചെയ്ത് കളഞ്ഞാലേ നല്ല ബുഷിയായിട്ട് നിൽക്കുകയുള്ളൂ. നിറയെ നമുക്ക് നല്ല കട്ടിങ്ങൊക്കെ എടുക്കാൻ കണക്കിന് നല്ലതായിട്ട് വരും. മറ്റത് ഇങ്ങനെ 1-2 പൂവായിട്ട് ആ പ്ലാന്റ് അങ്ങ് നശിച്ചു പോകും. അപ്പോൾ കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഈ ഫ്ലവറിൻ്റെ ഭംഗി കണ്ടിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ തോന്നിയില്ല. ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് ഇത്തിരി വളമൊക്കെ ഇട്ടാലേ നന്നായിട്ട് ബുഷിയായിട്ട് വളരുള്ളൂ. പിന്നെ ഇതിന് നന്നായിട്ട് വെയിൽ വേണം ഈ പ്ലാന്റിന്, എന്നാലേ നല്ലതായിട്ട് ഫ്ലവർ ആവുള്ളൂ. അതുപോലെ മഴയുള്ള സമയത്ത് ഓവറായിട്ട് കുറച്ച് മഴയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഓവറായിട്ട് ഇതിൻ്റെ പുറത്ത് വീഴുമ്പോൾ ഈ ഫ്ലവറും ചീഞ്ഞ് പോകുന്നുണ്ട്, ഈ പ്ലാന്റിൻ്റെ ലീഫൊക്കെ അങ്ങ് ചീഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം കഠിന മഴയുള്ള സമയത്ത് നമ്മളിതൊന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കണം. പൂക്കൾ ആവശ്യമുള്ളവർ, മുറ്റത്ത് എപ്പോഴും ഫ്ലവർ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും വളർത്താം, ഈസിയായിട്ട് വളർത്താൻ പറ്റിയ പ്ലാന്റാണ് ഇത്. നല്ല നിറയെ ബുഷിയായിട്ട് വരും. നമ്മളെ സാധാരണ സീനിയ നല്ല പൊന്തി ഹൈറ്റിൽ പോയിട്ടല്ലേ ഫ്ലവർ ആവണം. അതിനേക്കാളുമൊക്കെ നല്ലത് ഇതാണ്. നല്ല ഭംഗിയായിട്ട് നമുക്ക് പിടിപ്പിച്ചെടുക്കാനും പറ്റും. നല്ല കളറുമാണ്, നിറയെ ആവും, നല്ല ഭംഗിയായിട്ട് ആവുകയും ചെയ്യേ. പിന്നെ ഇതിന് വളമായിട്ട് നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അത് കട്ട് ചെയ്തിട്ട് ചാണകപ്പൊടി ചുവട്ടിലിട്ട് കൊടുക്കാം. പിന്നെ NPK എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ചെയ്ത് ഇത്ര തന്നെ, വേറെ ഒരുപാട് ഓവറായിട്ടൊന്നും DAP ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് നല്ല ബുഷിയായിട്ട് DAP കൊടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ കൊടുത്താൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആവുകയും. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായ കൂട്ടുകാർ ലൈക്ക് കമൻറ്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ കൂടെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കേ.